പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. യേശുവിൻ്റെ രക്തത്താൽ മറക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. കർത്താവേ, അങ്ങയ്ക്ക് സ്തോത്രം, അങ്ങയ്ക്ക് സ്തോത്രം, അങ്ങയ്ക്ക് സ്തോത്രം, അങ്ങയ്ക്ക് സ്തോത്രം. രക്ഷകനെ, അങ്ങയ്ക്ക് സ്തോത്രം. കർത്താവേ, അങ്ങയ്ക്ക് സ്തോത്രം, അങ്ങയ്ക്ക് സ്തോത്രം. അപ്പാ അങ്ങയ്ക്ക് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. രക്തത്താൽ യേശുവിൻ്റെ രക്തത്താൽ മറക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. യേശുവേ, അങ്ങയ്ക്ക് മഹത്വം, അങ്ങയ്ക്ക് മഹത്വം, അങ്ങയ്ക്ക് മഹത്വം. കർത്താവേ, ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, അങ്ങയ്ക്ക് സ്തോത്രം, അങ്ങയ്ക്ക് സ്തോത്രം. അപ്പാ സ്തോത്രം, അപ്പാ സ്തോത്രം. രക്ഷകരെ, അങ്ങയ്ക്ക് സ്തോത്രം. കർത്താവേ, അങ്ങയ്ക്ക് സ്തോത്രം. അപ്പാ സ്തോത്രം, അപ്പാ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോസ് ഫാമിലി FB പേജിൻ്റെ അഡ്മിന്മാർ, പ്രിയപ്പെട്ടവരായിരിക്കുന്ന സഹോദരങ്ങൾ, എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ചില നാളുകൾക്ക് ശേഷമായി വീണ്ടും കർത്താവിൻ്റെ തിരുവചനവുമായി അല്പനിമിഷം ഞാൻ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. സംഭവബഹുലമായ ഒരു ലോകത്തിലായിരുന്നുവല്ലോ പ്രിയരെ നിങ്ങളും ഞാനും ഒക്കെ. എന്നാൽ കർത്താവ് നമ്മയൊക്കെയും കാത്തു സൂക്ഷിച്ചു പരിപാലിച്ചു. എനിക്ക് തോന്നുന്നു ഏതാണ്ട് 5-6 മാസത്തിന് മേലെയായി ഞാൻ ലൈവിൽ വന്നിട്ട് തന്നെ നിങ്ങളെയൊക്കെ കാണുവാൻ വളരെ ആഗ്രഹമുണ്ട്. സോ എങ്ങനെ ഒരു ലൈവിൽ കടന്നു വരുവാനായിട്ട് സ്വർഗം സഹായിച്ചല്ലോ. ദൈവത്തിന് ആദ്യം നന്ദി പറയുന്നു. വീണ്ടും എൻ്റെ അഡ്മിന്മാർ എല്ലാവരെയും ഞാൻ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അല്പനിമിഷം ഒരു ചെറിയ ചിന്ത നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ താല്പര്യപ്പെടുകയാണ്. അതിനു മുൻപായിട്ട് ഒരു തമിഴ് സോങ് ഒന്ന് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി അല്പനിമിഷ ചിന്തയിലേക്ക് നമുക്ക് കടക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. എൻ്റെ ശബ്ദം ക്ലിയർ ആണോ? ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സൗണ്ട് ക്ലിയർ ആണോ? ആരെങ്കിലും ഒന്ന് പറയണേ കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശുവിൻ്റെ രക്തത്താൽ അറുക്കപ്പെട്ട കുഞ്ഞാടി, അങ്ങയ്ക്ക് മഹത്വം 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 മഹത്വം. യേശുവേ, അങ്ങയ്ക്ക് സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ടു ജീസസ്. താങ്ക് യു ലോർഡ്. ശബ്ദം ക്ലിയർ ആണോ? സൗണ്ട് ക്ലിയർ ആണോ? ആമേൻ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്? ഓക്കെ ഓക്കെ. പ്രൈസ് ദി ലോർഡ്. ஆண்டவரின் இரட்சகருமாகிய இயேசு கிறிஸ்துவின் இனியற்ற நாமத்தில் அன்பின் வாழ்த்துதலை நான் தெரிவித்துக் கொள்கிறேன். பிரியமானவர்களே, கடந்த 5-6 மாதங்களாக எனக்கு லைவில் வர முடியவில்லை. ஏனென்றால் நான் ஈரோடிலிருந்து திருப்பூருக்கு நான் டிரான்ஸ்ஃபர் ஆகி இந்த இடத்துக்கு நாங்கள் குடி வந்தோம். ஸோ ஆனப்படினால ஒரு சில காரியங்களை எல்லாம் சரி பார்க்க வேண்டியது இருந்ததுனால எனக்கு லைவில் வர முடியாத சூழ்நிலைகள் ஏற்பட்டது. ஆனால் இன்றைய தினம் உங்களோடு சேர்ந்து தேவனை மகிமைப்படுத்தும்படியாக, கர்த்தருடைய வார்த்தைகளை பகிர்ந்து கொள்ளும்படியாக கர்த்தர் ஒரு பெரிய ஒரு சந்தர்ப்பத்தை, ஒரு நல்ல ஒரு சந்தர்ப்பத்தை நமக்கு கர்த்தர் கொடுத்திருக்கிறார். கர்த்தருக்கு நன்றி செலுத்தலாமா? பிரியமானவர்களே, வசன தியானத்திற்குள் பிரவேசிப்பதற்கு முன்பதாக ஒரு தமிழ் பாடல் ஒன்று பாட இருக்கிறேன். நீங்களும் என்னோடு சேர்ந்து தேவனை மகிமைப்படுத்தும்படியாக அன்போடு உங்களை நான் அழைக்கிறேன். பிரைஸ் தி லார்ட். ஹல்லேலூயா. பார்வோனின் சேனை என்னை பின்தொடர்ந்தாலும், செங்கடலின் வழியை தடுத்து விட்டாலும், பாதையுண்டு பண்ணும் தேவன் நீர் இருக்க, கனாவின் பயணத்துக்கு தடையில்லையே. புல்லுள்ள இடங்களில் மேத்திடும் நீரே, நன்மையும் கிருபையும் தொடர செய்தீரே. புல்லுள்ள இடங்களில் மேத்திடும் நீரே, நன்மை
கருணையும் கிருபையும் தொடர செய்தீரே, நீங்க போதும் எனக்கு. எல்லாரும் என்னோடு சேர்ந்து உட்கார்ந்து இருக்கிற இடத்துல என்னோடு சேர்ந்து பாடுங்க. நீங்க போதும் ஏசப்பா எனக்கு, என் வாழ்வில் நீங்க போதும், நீங்க போதும், நீங்க போதும் என்று சொல்லி பாருங்க. ஆசீர்வாதம் உங்களை தேடி வரும். ஹல்லேலூயா. நீங்க போதும் எனக்கு, நீங்க போதும் எனக்கு, நீங்க போதும், நீங்க போதும், நீங்க போதும் எனக்கு, நீங்க போதும் எனக்கு, நீங்க போதும் எனக்கு, நீங்க போதும், நீங்க போதும், நீங்க போதும் எனக்கு. உம்மை விட்ட யாரும் இல்லை ஏசையா, உம்மை விட யாரும் இல்லை ஏசையா, உம்மை விட்ட யாரும் இல்லை ஏசையா, உம்மை விட யாரும் இல்லை ஏசையா. நீங்க போதும் எனக்கு, நீங்க போதும் எனக்கு, நீங்க போதும், நீங்க போதும், நீங்க போதும் எனக்கு, நீங்க போதும் எனக்கு, நீங்க போதும் எனக்கு, நீங்க போதும், நீங்க போதும், நீங்க போதும் எனக்கு. அப்ரஹாமின் தேவனும் நீர் தானையா, ஈசாக்கின் தேவனும் நீர் தானையா, யாக்கோபின் தேவனும் நீர் தானையா, என்னுடைய தெய்வமும் நீர் தானையா, என்னுடைய உழைப்பை அவர் பறித்து கொண்டாலும் என் தலை உயர்த்துபவர் நீர் தானையா, என்னுடைய உழைப்பை அவர் பறித்து கொண்டாலும் என் தலை உயர்த்துபவர் நீர் தானையா. நீங்க போதும் எனக்கு, நீங்க போதும் எனக்கு, நீங்க போதும், நீங்க போதும், நீங்க போதும் எனக்கு, நீங்க போதும் எனக்கு, நீங்க போதும் எனக்கு, நீங்க போதும், நீங்க போதும், நீங்க போதும் எனக்கு. கோராகி மனிதனை எதிர்த்து வந்தாலும் என் ஜனம் எனக்கு எதிராய் முறுமுறுத்தாலும் நேசிக்கும் சபையும் என்னை வெறுத்து விட்டாலும் நேசிக்க நீ இருக்க கவலை இல்லையே, என் போல துணுக்க செய்யும் தெய்வம் நீரே. அழைத்தவர் தல குனிய விடுவதில்லையே, என் போல துளிர்க்க செய்யும் தெய்வம் நீரே. அழைத்தவர் தல குனிய விடுவதில்லையே. நீங்க போதும் எனக்கு, நீங்க போதும் எனக்கு, நீங்க போதும், நீங்க போதும், நீங்க போதும் எனக்கு, நீங்க போதும் எனக்கு, நீங்க போதும் எனக்கு, நீங்க போதும், நீங்க போதும், நீங்க போதும் எனக்கு. உம்மை விட்ட யாரும் இல்லை ஏசையா, உம்மை விட யாரும் இல்லை ஏசையா, உம்மை விட்ட யாரும் இல்லை ஏசையா, உம்மை விட யாரும் இல்லை ஏசையா. நீங்க போதும் எனக்கு, நீங்க போதும் எனக்கு, நீங்க போதும், நீங்க போதும், நீங்க போதும் எனக்கு, நீங்க போதும் எனக்கு, நீங்க போதும் எனக்கு, நீங்க போதும், நீங்க போதும், நீங்க போதும் எனக்கு. Praise the Lord. Hallelujah. എല്ലാ പ്രിയപ്പെട്ടവർ ഇരിക്കുന്ന ഇടത്ത് ഒരു നിമിഷം വന്ന കണ്ണുകളെ അടച്ചാട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ കർത്താവേ, ചില നാളുകൾക്ക് ശേഷമായി ലൈവിൽ വന്ന് കർത്താവേ അങ്ങയുടെ മക്കളോട് ചേർന്ന് നിന്നുകൊണ്ട്
തിരുവചനത്തെ ഘോഷിപ്പാനായി കർത്താവ് ഒരുക്കി തന്ന നല്ല സന്ദർഭത്തിനായി ഞാൻ അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്ന കർത്താവെ. അടിയൻ ഒന്നുമില്ലപ്പ, അങ്ങ് എടുത്ത് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചനത്തെ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിച്ച് തന്നാട്ടെ. അങ്ങയുടെ സന്നിധിയിൽ അടിയൻ പൊടിയോടെ താഴ്ത്തി അടിയനെ സമർപ്പിക്കുന്ന കർത്താവ്. കൃപയ്ക്കുള്ളിൽ അപ്പച്ചൻ പൊതിയോടെ രക്തത്താൽ കഴുകി മുദ്രയിടണം. ഇന്നിപ്പോൾ ഓൺലൈനിൽ കടന്നു വന്നിരിക്കുന്ന അങ്ങയുടെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ്, നിരാശയോടെ, ദുഃഖത്തോടെ, വേദനയോടുകൂടെ, ഭാരത്തോടുകൂടി ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ഇന്നത്തെ വചനം അവർക്ക് വേണ്ടി മാത്രമായിരിക്കണം കർത്താവ്. അവരുടെ ജീവിതത്തിൽ ഒരു ആശ്വാസവും സമാധാനവും ഉണ്ടാകട്ടെ എന്നോർത്ത് പ്രാർത്ഥിക്കും. കൃപയ്ക്കുള്ളിൽ അപ്പച്ചൻ പൊതിങ്ങട്ടെ. കർത്താവ് വഴി നടത്തണം. സകലതും ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ അരുമ രക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങളെയൊക്കെ ഓൺലൈൻ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഞാൻ ഏതാണ്ട് 5-6 മാസമായി ലൈവിൽ വന്നിട്ട്. അത് ഈ വീടും മറ്റുമൊക്കെ ഇവിടുന്ന് സ്ഥലം ഞങ്ങൾ മാറിക്കഴിഞ്ഞപ്പോഴേക്കും വളരെയേറെ പ്രയാസങ്ങളും വളരെയേറെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. വളരെയേറെ പ്രതികൂലങ്ങളും ഉണ്ടായി കേട്ടോ. ഒരുപാട് പ്രതികൂലങ്ങളെ ഞാൻ തരണം ചെയ്ത ഒരു വ്യക്തിയാണ്. എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ 2026 ആരംഭിച്ചത് മുതൽ ഒരുപാട് പ്രശ്നങ്ങളെ, ഒരുപാട് പ്രതിസന്ധികളെ ഞാൻ ഫേസ് ചെയ്തു. പക്ഷേ അവിടെ ഒന്നും തളർന്നു പോകുവാൻ എന്റെ ദൈവം അനുവദിച്ചില്ല. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുൻപിൽ ജീവനുള്ള ഒരു ദേഹിയായി വചനവുമായി നിൽപ്പാൻ എന്റെ ദൈവം എന്നെ സഹായിച്ചിരിക്കുന്നു. കർത്താവിന് ഒരുപാട് നന്ദി പറയുന്നു. കർത്താവിന് ഒരുപാട് വാക്കുകൾ ഇല്ല പ്രിയരെ. കർത്താവിനെ സ്തുതിക്കുക, അത്രമാത്രം ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളും ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഓൺലൈനിലായിരിക്കുന്നവർ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണമേ എന്ന ദൈവനാമത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ഈ 5-6 മാസക്കാലം എന്റെ സഹോദരങ്ങൾ, ദേവദാസന്മാർ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട അനേക ദേവദാസന്മാരുടെ വചന ശുശ്രൂഷകൾ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ശുശ്രൂഷകൾ നിന്നു പോയില്ല പ്രിയരെ. ഞാൻ മാത്രമേ ലൈവിൽ വന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എന്റെ സഹോദരങ്ങൾ, ഞാൻ ഒരുപാട് മാനിക്കുന്ന ദേവദാസന്മാർ, ദേവദാസിമാർ കൃത്യമായും അവർ ലൈവുകളിൽ വചനം ശുശ്രൂഷിക്കുന്നുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നും പ്രിയ ദൈവങ്ങളെ, ഞാൻ അധിക സമയം സംസാരിച്ച് ദീർഘിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. വചന ശുശ്രൂഷയിലേക്ക് കടക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ അല്പമായി വചന ശുശ്രൂഷയുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക. പ്രിയർ, ഒരു ചെറിയ ഒരു ടോപ്പിക്കാണ്. എന്റെ ദൈവം എന്നെ നടത്തും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എന്റെ ദൈവം എന്നെ നടത്തുമെന്ന വിശ്വാസമുള്ളവർ, പ്രത്യാശയുള്ള ദൈവജനം ഇരിക്കുന്ന ഇടത്ത് എല്ലാവരും ഒരാദ്യം പറഞ്ഞാട്ടെ, എന്റെ ദൈവം എന്നെ നടത്തും. ലോകം നമ്മൾ എന്തൊക്കെ കാണിച്ച് വെച്ചാലും, നമ്മുടെ മേൽ എന്തൊക്കെ അവർ കംപ്ലൈന്റുകൾ പറഞ്ഞാൽ നമുക്കതൊന്നും ഒരു വിഷയമല്ല. നാം ദൈവത്തിന് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ നിശ്ചയമായും എന്റെ ദൈവം നടത്തുമെന്നേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ ദൈവം നടത്തും. ഇരിക്കുന്ന ഇടത്ത് ദൈവജനം ഒന്ന് ഉറക്കെ നിങ്ങളുടെ വലത് കരത്തെ ഉയർത്തി തന്നെ പിടിച്ചുകൊണ്ട് ഒന്ന് പറഞ്ഞേ, എന്റെ ദൈവം എന്നെ നടത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നത്തെ വചന ശുശ്രൂഷയുടെ പ്രാരംഭമായി ഒരു വാക്യം ഞാൻ വായിച്ചു കൊള്ളട്ടെ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ഞാനിവിടെ വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എന്റെ ശബ്ദം കേൾക്കും. ഒരാട്ടിൻ കൂട്ടവും ഒരിടയനും ആകും. പ്രൈസ് ദി ലോർഡ്. പല ആവൃത്തികൾ, പല ദൈവദാസന്മാരാൽ നാം കേട്ടിട്ടുള്ള ഒരു വചനമാണിത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അതിനെ കുറിച്ച് വലിയൊരു എക്സ്പ്ലനേഷൻ ആവശ്യമില്ലല്ലോ. പ്രിയരെ, ശിശുഗണത്തിന്റെ അരികിൽ യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് കർത്താവ് അരുളി ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ഗൃഹത്തിലെ ഒരു തൊഴുത്തും ആട്ടിൻകൂട്ടവും മാത്രമല്ല എനിക്കുള്ളത്. ആമേൻ. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വിശാലമായ മേച്ചിൽപ്പുറത്ത് കിടക്കുന്ന ഒരാട്ടിൻകൂട്ടം എനിക്കുണ്ട്. ഹല്ലേലൂയ. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത ഒരു തൊഴുത്ത് ഉണ്ടെന്നല്ല പ്രിയരെ പറഞ്ഞത്. പിന്നെയോ കെട്ടപ്പെട്ട ഒരു ജൂതിഷ് കൾച്ചർ, അതായത് കൾച്ചറിനകത്ത്, ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിനകത്ത് കെട്ടപ്പെട്ടവർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അവർ ഒതുങ്ങി നിൽക്കുന്നവർ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു തൊഴുത്തിനകത്തുള്ള ആട്ടിൻകൂട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി മേച്ചിൽ
മേച്ചിൽ പുറങ്ങളിൽ കിടക്കുന്ന ഒരു വലിയ ആട്ടിൻകൂട്ടത്തെ കാണുന്നു. ആമേൻ പറഞ്ഞാട്ടെ ദൈവജനമേ. ആ ആട്ടിൻകൂട്ടത്തെ നടത്തേണ്ടതാകുന്നു എന്ന് ഇവിടെ വ്യക്തമാക്കുകയാണ്. പ്രിയരെ, ഒരു കാര്യം പറയട്ടെ. ഞാൻ അവയെ നടത്തുമ്പോൾ പ്രൈസ് ദി ലോർഡ്, അവയ്ക്ക് എന്റെ ശബ്ദം കേൾക്കാം എന്നാണ് കർത്താവ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അവരെ നടത്തുമ്പോൾ എന്താകും? പ്രൈസ് ദി ലോർഡ്. അവയെ നടത്തുമ്പോൾ അവയ്ക്ക് എന്റെ ശബ്ദം കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, തൊഴുത്തിലും മേച്ചിൽപ്പുറത്തിലും കിടക്കുന്ന ആട്ടിൻകൂട്ടത്തെ ഒന്നാക്കി പ്രൈസ് ദി ലോർഡ് തീർക്കും എന്നാണ് പ്രിയരെ ഇവിടെ വ്യക്തമാക്കുന്നത്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഒരു ഇടയനായി നിന്ന ഞാൻ അവരെ പരിപാലിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വചനം അങ്ങനെയാ പറയുന്നത്. ഒരു ഇടയനായി നിന്ന് ഞാൻ അവരെ പരിപാലിക്കും. തൊഴുത്തിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന ഇടയനും ആടും. പ്രൈസ് ദി ലോർഡ്. അത് യേശുക്രിസ്തുവിന്റെ കാൽവരിക്ക് മുൻപുള്ള ഇസ്രായേല്യരാണ്. പ്രിയ ദൈവജനമേ, തൊഴുത്തിന് പുറത്തുള്ള ആട്ടിൻകൂട്ടമാകുന്ന ജാതികളെ ചേർത്ത് നിർത്തുന്ന ദൈവത്തിന്റെ സഭ എന്ന് നാം മനസ്സിലാക്കിക്കൊള്ളണം. ഹല്ലേലൂയ. പ്രിയരെ, ആ സഭ ഹല്ലേലൂയ യേശുക്രിസ്തുവിന്റെ ശബ്ദം ആകാശ മേഘത്തിൽ കേൾക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാഹളം ധ്വനിക്കും. കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും പ്രൈസ് ദി ലോർഡ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആമേൻ പ്രിയരെ, മേച്ചിൽപ്പുറങ്ങളിൽ ഭൂമിയിൽ ചിതറിക്കിടക്കുന്ന ആ ആട്ടിൻകൂട്ടം കാഹളനാദം കേട്ട് മരിച്ചവരിൽ നിന്നുമുള്ള ഉയിർപ്പും ഉത്പ്രാവണവും പ്രാപിക്കും എന്നത് വ്യക്തതയോടുകൂടി നാം മനസ്സിലാക്കിക്കൊള്ളണം. പ്രിയരെ, ലോകത്തിൽ ഹല്ലേലൂയ സഹസ്രാബ്ദ വാഴ്ച എന്നത് നിശ്ചയമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുന്നു, നീതിയോടെ ഒരു രാജാവ് ഭരണമേൽക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, ഇരിക്കുന്നവർ ഹല്ലേലൂയ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണമേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, നീതിയോടെ ആമേൻ ഒരു രാജാവ് ഭരണമേൽക്കും. അന്ന് പ്രൈസ് ദി ലോർഡ് ദൈവജനമേ എന്താ സംഭവിക്കുന്ന അറിയാമോ? ജാതി ജാതിയോട് എതിർക്കുകയോ രാജ്യം രാജ്യത്തോട് എതിർക്കുകയോ പ്രൈസ് ദി ലോർഡ് ഉണ്ടാവുകയില്ല, ചെയ്യുകയില്ല എന്നത് മനസ്സിലാക്കിക്കോ. പിന്നെയോ ഏക അധികാരി, ഹല്ലേലൂയ, ഏക ഭരണമായിരിക്കും കാഴ്ചവെക്കുവാനായിട്ട് പോകുന്നത്. അവിടെ ജാതി, ഭാഷ, വർണ്ണം ഒന്നും ഇല്ല. എന്റെ പ്രിയ സഹോദരങ്ങളെ, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, പ്രൈസ് ദി ലോർഡ്, ലോകമറിയുന്ന ഒരു ദൈവിക സന്ദർശനം പ്രൈസ് ദി ലോർഡ് അന്ന് ഉണ്ടാകും എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, പിന്നെ നാം മനസ്സിലാക്കേണ്ടുന്നത് സഭാ യുഗത്തെ പറ്റി പറയുന്നത്, ഞാൻ അവയെ നടത്തേണ്ടതാകുന്നു. ഹല്ലേലൂയ. ഞാൻ അവയെ നടത്തേണ്ടതാകുന്നു. എന്നെ നടത്തുവാൻ എനിക്കൊരു ഇടയനുണ്ട്. ദൈവജനം ഇരിക്കുന്ന ഇടത്ത് ഒന്ന് പറഞ്ഞു തുടങ്ങി, എന്നെ നടത്തുവാൻ എനിക്ക് ഒരു ഇടയനുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, കോരേസിനോട് ഞാൻ നിന്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിന്റെ മുൻപാകെ ദുർഘടങ്ങളെ നിരപ്പാക്കി, താമ്രക്കഥകളെ തകർത്ത്, ഇരുമ്പ് ഓടാമ്പലുകളെ ഖണ്ഡിച്ച്, നദികളെ വറ്റിച്ച്, സമുദ്രങ്ങളെ ഉണക്കി ഞാൻ നിന്റെ വലങ്കൈ പിടിച്ചിരിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവജനമേ, ദൈവം നടത്തുന്ന വിധങ്ങൾ ഹല്ലേലൂയ. നമുക്കറിയാം, യാക്കോബിന്റെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ യാക്കോബിനോട് പറയുന്നത്, ഗുരുവായ യാക്കോബേ, ഇസ്രായേൽ പരിശയെ ഭയപ്പെടരുത്, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. വിശ്വാസത്തോടുകൂടി വചനത്തെ ഏറ്റെടുത്താട്ടെ. എന്റെ ദൈവം എന്നെ പേർ ചൊല്ലി വിളിച്ച ദൈവമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ ഹല്ലേലൂയ അവൻ നിന്റെ മേൽ കവിയുകയില്ല. തീയിൽ കൂടി നടന്നാൽ വെന്ത് പോകയില്ല. ഒരു തമിഴ് സോങ് ഒരു ലൈൻ മാത്രം ഒന്ന് പാടി നമുക്ക് മുൻപോട്ട് പോകാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
தண்ணீர்கள் கடக்கும் போது என்னோடு இருக்கின்றேன், அக்கினியில் நடக்கும் போது கூடவே வருகின்றேன். முழுகி போவதில்லை, நான் எரிந்து போவதில்லை, முழுகி போவதில்லை, நான் எரிந்து போவதில்லை. என் மேலே அன்பு கொண்டு எனக்காய் இரத்தம் சிந்தி என் பாவம் கழுவி விட்டீரே, எனக்கு விடுதலை தந்து விட்டீரே. நன்றி ஐயா, நன்றி ஐயா, நன்றி ஐயா. தண்ணீர்கள் கடக்கும் போது என்னோடு இருக்கின்றேன், அக்கினியில் நடக்கும் போது கூடவே வருகின்றேன். முழுகி போவதில்லை, நான் எரிந்து போவதில்லை, മുഴുകി പോവതില്ലേ. പാടാൻ സമയമില്ല, അതുകൊണ്ട് ഞാനിവിടെ വിട്ടുപോരുകയാ. പ്രിയ ദൈവ പൈതലേ, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവൻ നിന്റെ 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 മീതെ കവിയുകയല്ല. നീ തീയിൽ കൂടി നടന്നാൽ അത് വെന്ത് പോവുകയല്ല. എന്ത് വലിയ ഒരു സേഫ്റ്റി അല്ലെങ്കിൽ ഒരു പാതുകാപ്പാണ് ദൈവങ്ങളെ എന്റെ ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ നടത്തുന്നവനാ, ഞാൻ നിന്നെ നടത്തുന്നവനാ. കുഞ്ഞെ, നീ എന്തിനാ ഭാരപ്പെടുന്നത്? കഴിഞ്ഞ നാളുകളിൽ നീ നിരാശയുടെ വക്കിലൂടെ കടന്നുപോയില്ലേ? കടൻ നിന്നെ മുഴുകി കളയുന്ന ഒരു സമയം സന്ദർഭം നിന്റെ ജീവിതത്തിൽ ഉണ്ടായില്ലേ? സാമ്പത്തികമായി നീ ഒരുപാട് തകർന്നു പോയ അവസ്ഥയുണ്ടായിരുന്നില്ലേ? എന്റെ ദൈവം നിന്നെ ഹല്ലേലൂയ നിന്നെ തകർത്ത് കളയുവാനല്ല, പിന്നെയോ നിന്നെ നടത്തുവാനാ. നിന്റെ ദൈവം നിന്നെ നടത്തുവാനായിട്ടാ. നിനക്ക് ചെറിയ ചെറിയ ശോധനകൾ നിന്റെ ജീവിതത്തിനകത്ത് വരുന്നത് നിന്നെ നടത്തുവാനാ. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ ദൈവത്തിന്റെ വചനത്തെ ഏറ്റെടുക്കുവാൻ കഴിയും? എന്റെ കർത്താവ് നിന്നെ നടത്തുവന്നേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരേ, ഹല്ലേലൂയ. ഇരിക്കുന്ന ഇടത്ത് ശബ്ദം ഉയർത്തി തന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞാട്ടെ, എന്റെ ദൈവം എന്നെ നടത്തും. പ്രൈസ് ദി ലോർഡ്. ഏത് പ്രതിസന്ധി ആയിരുന്നാലും, ഏത് പ്രശ്നമായിരുന്നാലും എന്റെ പ്രിയരെ, എന്റെ കർത്താവ് വിശ്വസ്തനാണ്. എന്റെ കർത്താവ് നിന്നെ വിളിച്ച ദൈവമെങ്കിൽ നിശ്ചയമായും നിന്നെ ആ യഥാസ്ഥാനത്ത് എത്തിക്കുക തന്നെ ചെയ്യും. നിന്നെ നടത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ നടത്തും. പ്രിയ ദൈവ പൈതലേ, നമ്മുടെ കർത്താവ് നടത്തുന്ന ചില വിധങ്ങളെ കുറിച്ച് അല്പമായി നമുക്കൊന്ന് ചിന്തിച്ചു പോകാം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നീ വീണ്ടെടുത്ത ജനത്തെ ദയയാൽ നടത്തി. പ്രൈസ് ദി ലോർഡ്. ദയയാൽ നടത്തുന്ന ഒരു കർത്താവ്. ആമേൻ. ഹല്ലേലൂയ. വീണ്ടെടുക്കപ്പെട്ട കർത്താവിന്റെ രക്തത്താൽ പുത്രീകരിക്കപ്പെട്ട ദൈവജനമേ, ദൈവം തന്റെ ദയയാൽ നിന്നെ വഴി നടത്തും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദയ കൊണ്ട് ഹല്ലേലൂയ നമ്മെ വഴി നടത്തുന്ന ദൈവമാണ്. നമ്മുടെ തലമുറയെ നോക്കി ഒന്ന് പറഞ്ഞാട്ടെ, നമ്മുടെ സമൂഹത്തെ നോക്കി പറഞ്ഞാട്ടെ, നമ്മുടെ കുടുംബത്തെ നോക്കി പറഞ്ഞാട്ടെ, ഹല്ലേലൂയ വ്യക്തി ജീവിതങ്ങളെ നോക്കി പറഞ്ഞാട്ടെ. ദൈവ പൈതലേ, എന്റെ ദൈവം എന്റെ കർത്താവിന്റെ ദയയാൽ എന്നെ നടത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ബുദ്ധി കൊണ്ടോ, നമ്മുടെ പഠിപ്പ് കൊണ്ടോ, നമ്മുടെ സാമർത്ഥ്യം കൊണ്ടോ, നമ്മുടെ അന്തസ്ത് കൊണ്ടോ, നമ്മുടെ ഡിഗ്രി കൊണ്ടോ, നമ്മുടെ കുലമഹിമ കൊണ്ടോ ഒന്നും നടക്കുകയില്ല. എന്നാൽ പ്രിയരേ, ഹല്ലേലൂയ, പതറി പോകരുത്, ധൈര്യത്തോടെ മുൻപോട്ട് പോകണം. എന്റെ ദൈവം എന്നെ നടത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, അങ്ങയുടെ ദയ എന്നെ നടത്തും. പ്രൈസ് ദി ലോർഡ്. ഒന്നിരിക്കുന്ന ഇടത്ത് ഉണർവപൂർവമായി എന്റെ കർത്താവിന്റെ മുഖത്ത് നോക്കി വിശ്വാസത്തോടെ പറ, കർത്താവ് ഏത് പ്രശ്നം വന്നാലും അങ്ങനെ നടത്തും. അങ്ങയുടെ ദയ കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയരേ, അർഹതയില്ലാത്ത ഒരു വ്യക്തിയോട് കാണിക്കുന്ന നന്മയുടെ റിസൾട്ടാണ്, അഥവാ പേരാണ് ദയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ നിങ്ങളെയും എന്നെയും നടത്തുക എന്നത് ദൈവത്തിന്റെ ദയയാണ്. പ്രൈസ് ദി ലോർഡ്. ഉത്തരവാദിത്വമാണ്. കർത്താവിന്റെ ഒരു വലിയ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഹല്ലേലൂയ. ദയ. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞേ, നിന്നെ തകർത്തു കളയണം. ശത്രു വെല്ലുവിളിക്കുമ്പോൾ നീ വീണ്
പറഞ്ഞത് ദൈവത്തിന്റെ ദയ കൊണ്ടാ കേട്ടോ, നിന്റെ മിടുക്കൊണ്ടൊന്നും അല്ല. പ്രൈസ് ദി ലോർഡ്. നിനക്ക് ആ പൊളിറ്റിക്സിൽ പിടിപാടുകളോടൊന്നും അല്ല. പ്രൈസ് ദി ലോർഡ്. നീ മനസ്സിലാക്കിക്കൊള്ളണം, ദയ 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 എന്റെ കർത്താവിന്റെ ദയ കൊണ്ട് മാത്രമാ ഇന്നും നീ ഹല്ലേലൂയ നിവർന്ന് നിൽക്കുന്നത്. നിന്നെ നടത്തുവാൻ ഒരു ദൈവമുണ്ട്. അവൻ തന്റെ ദയയാ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നമ്മെ മറച്ചിരിക്കുക കേട്ടോ. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവചനം 49-ന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, അവർക്ക് വിശക്കയില്ല, ദാഹിക്കയുമില്ല, മരീചികയും വെയിലും അവരെ ബാധിക്കയില്ല. അവരോട് കരുണയുള്ളവൻ അവരെ വഴി നടത്തുകയും നീരുറവകൾക്കരികെ അവരെ കൊണ്ടുപോകുകയും ചെയ്യും. ഇവിടെ കരുണയുള്ള ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ദൈവ പൈതലേ, നിന്നോട് ദയ മാത്രമല്ല, ദൈവത്തിന്റെ കരുണയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ദയ എന്നെ നടത്തും, ദൈവത്തിന്റെ കരുണയാൽ എന്നെ നടത്തും. പ്രൈസ് ദി ലോർഡ്. അവർക്ക് വിശക്കയില്ല, ദാഹിക്കയില്ല, മരീചികയും വെയിലും എന്നെ ബാധിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, കാരണം എന്താണെന്നറിയാമോ? കരുണയുള്ളവൻ, ദയയുള്ളവൻ അവൻ കൂടെയുണ്ട്. പ്രിയരെ ഹല്ലേലൂയ. സ്നേഹിതാ, പ്രതികൂലങ്ങളെ നോക്കി വിളിച്ചു പറ, ഹല്ലേലൂയ, എന്റെ ദൈവം കരുണയുള്ള ദൈവമാണ്. അല്ലെ, നമ്മളെ നിന്ദിക്കുന്നവർ, അപമാനിക്കുന്നവർ, ദൂഷിക്കുന്നവർ ആര് തന്നെ വരട്ടെ, എന്ത് പ്രശ്നത്തെ കൊണ്ടുവന്നാലും നീ ധൈര്യത്തോടെ മുമ്പോട്ട് പോ. ധൈര്യത്തോടെ വിളിച്ചു പറ, എന്റെ ദൈവം കരുണയുള്ള ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ എന്നെ വഴി നടത്തും. പ്രിയരെ ഹല്ലേലൂയ. ഞാൻ വഴിയിൽ വെച്ച് ക്ഷീണിച്ചാൽ അവൻ എന്റെ കൂടെ ഹല്ലേലൂയ ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവം. ആരാ പ്രിയരെ ലോകത്തിൽ അങ്ങനെ ചെയ്യുക? പ്രൈസ് ദി ലോർഡ്. നീ ക്ഷീണിച്ചു പോയോ കുഞ്ഞേ എന്ന് ചോദിക്കുന്നവർ ആരാ ഇന്ന്? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മോട് കൂടെ ഇരുന്ന് നമ്മളെ എന്ത് ചെയ്യും? അവന്റെ മാർവോട് ചേർത്ത് നിർത്തുന്ന ഒരു കർത്താവാണ്. എനിക്ക് ഇല്ലാതെ വരുമ്പോൾ പ്രൈസ് ദി ലോർഡ് അവന്റെ മാർവോട് എന്നെ ചേർത്ത് നിർത്തും. പ്രൈസ് ദി ലോർഡ്. അവൻ കരുണയുള്ളവനാണ്, അവൻ കരുണയുള്ള ദൈവമാണ്. കുഞ്ഞെ, ദൈവം ആണോ നിന്നെ വിളിച്ചത്? ദൈവമാണോ നിന്നെ വഴി നടത്തുന്നത്? നീ ചിന്തിച്ചു കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. വഴിയിലെ പാതി വഴിയിൽ വിട്ടിട്ട് പോകുന്ന ഒരു ദൈവമല്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പാതി വഴിയിൽ വിട്ടിട്ട് പോകുന്ന ഒരു കർത്താവിനെ അല്ലെന്നേ നമ്മൾ ആരാധിക്കുന്നത്. ദയയുള്ള കരുണയുള്ള ഒരു കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഒരു മരീചികയും നിന്നെ ഹല്ലേലൂയ ബാധിക്കുകയില്ല. ദൈവം കൈപിടിച്ചവനെ നീരുറവകൾക്കരികെ കൊണ്ടു ചെല്ലും. പ്രൈസ് ദി ലോർഡ്. അവിടേക്ക് ദൈവം കൊണ്ട് നടത്തുന്ന, വഴി നടത്തുന്ന ഒരു ദൈവമാണ്. ഇന്നലകളിൽ ചില വഞ്ചനകൾ പറ്റി, ചില ചതിവുകൾ പറ്റി, പക്ഷേ നീ ഇരുന്നത് വരണ്ട നിലത്തായിരുന്നു. കുഞ്ഞെ, നീ ഇരുന്നത് വരണ്ട നിലത്തായിരുന്നു. ആത്മിക മണ്ഡലത്തിൽ ചില മരീചിക കണ്ടു അല്ലേ? ജീവിതത്തിൽ ചില മരീചികകൾ കണ്ടു. കുഞ്ഞെ, ദൈവം ഇന്ന് തന്നെ നിനക്കൊരു നീരുറവയെ തുറന്നു തരാൻ പോകുകയാ. വരണ്ടു പോയ നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദൈവം ഇന്ന് തന്നെ ഒരു പുതിയ നീരുറവയെ ഉൽപ്പാദിപ്പിക്കാൻ പോകുകയാ. ഹല്ലേലൂയ. ഹാഗറിനോട് ദൈവം ചോദിച്ചു മരുഭൂമിയിൽ വെച്ച്, ഹാഗറേ, നീ നിലവിളിക്കുന്നത് എന്ത്? പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഹാഗറിന്റെ കരച്ചിൽ, കുട്ടിയുടെ കരച്ചിൽ, ഇതെല്ലാം കൂടെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ദൈവത്തിന് അവിടെ അടങ്ങിയിരിക്കാൻ കഴിയുമോ? ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നു ഹാഗറിനോട് ചോദിച്ചു, ഹാഗറേ, നീ നിലവിളിക്കുന്നത് എന്ത്? ഹാഗർ പറയുന്നു, ഹല്ലേലൂയ, ഹാഗറിനോട് പറയുക, കുട്ടി കിടക്കുന്ന ഇടത്ത് ഒരു പുതിയ നീരുറവയെ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, നീ വരണ്ട പോയ അവസ്ഥയിലാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അയ്യോ, എനിക്ക് ആരുമില്ല, എന്നാൽ അനാഥയായി നിൽക്കുന്നു, ഒരുത്തരുടെയും ആദരവില്ല, ഒരുത്തരുടെയും എനിക്കൊരു സപ്പോർട്ടില്ല, എന്നെ സഹായിക്കുവാൻ ആരുമില്ല എന്നോർത്ത് നീ വരണ്ട പോയ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. സഹോദരി, ഇന്ന് പകൽക്കാലം വചനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി വിളിച്ചു പറയുന്നു, ഹാഗറിനെ വഴി നടത്തിയവൻ
ഓ, നിന്റെ മുൻപിൽ ഒരു നീരുറവയെ ഉൽപ്പാദിപ്പിച്ചിരിക്കുക. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടുകൂടെ പുത്തൻ പുതിയ അഭിഷേകത്തിന്റെ ശക്തിയാൽ നീ അത് ഏറ്റെടുക്കണമേ എന്ന് ഹല്ലേലൂയ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കും. പ്രിയരെ, നമുക്കറിയാം ശിംശോനെ, നമുക്കെല്ലാവർക്കും ശിംശോനെ കുറിച്ച് അറിയാം. ശിംശോന് വേണ്ടി ലേഖിയിൽ ഒരു നീരുറവ തുറന്നത്. ഹല്ലേലൂയ. നമ്മുടെ അപ്പൻ ആരാ പ്രിയരെ? വഴി നടത്തുവാൻ ശക്തനാ. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ അപ്പൻ വഴി നടത്തുന്നവനാ. നിന്റെയും ജീവിതത്തിൽ ഒരു നീരുറവയെ തുറക്കുവാൻ പോകുകയാ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ കുഞ്ഞേ, നീ നിരാശയോടാകുന്നുവോ, നീ വേദനയോടെ ആകുന്നുവോ? എന്റെ കർത്താവ് നിന്റെ ജീവിതത്തിനകത്തേക്ക് ഇറങ്ങി വരാൻ പോകുക. നിന്റെ ജീവിതത്തിലെ നീ അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നത്തിനും ഹല്ലേലൂയ കർത്താവ് ഒരു ഉറവയെ, ഒരു നീരുറവയെ തുറക്കാൻ പോകുക. പ്രശ്നത്തിന് പരിഹാരമാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനക്കാരൻ 5:8 ഇങ്ങനെ പറയുന്നു, പ്രിയരെ, യഹോവേ, എന്റെ ശത്രുക്കൾ നിമിത്തം നിന്റെ നീതിയാൽ എന്നെ നടത്തണമേ. നമുക്കറിയാം ഇസ്രായേലിലെ മധുര ഗായകനും കവിയുമായിരുന്ന ദാവീദ് രാജാവ് ഇവിടെ പറയുകയാണ്, യഹോവേ, എന്റെ ശത്രുക്കൾ നിമിത്തം നിന്റെ നീതിയാൽ എന്നെ നടത്തണമേ. പ്രൈസ് ദി ലോർഡ്. എന്റെ ശത്രുക്കൾ നിമിത്തം നിന്റെ നീതിയാൽ എന്നെ നടത്തണമേ. ഹല്ലേലൂയ. സ്നേഹിതരെ കാട്ടിലും ശത്രുക്കളെയാണ് ഞാൻ കാണുന്നതെന്ന് ദാവീദ് രാജാവ് പറയുന്നു. വിശ്വസ്തരെ കാട്ടിലും വഞ്ചകരെയാണ് ഞാൻ കാണുന്നതെന്ന് ദാവീദ് വ്യക്തമാക്കുന്നു. എങ്കിലും സങ്കീർത്തനക്കാരന് ഉറപ്പ് തരികയാണ്, ജീവിതത്തിൽ ശത്രുക്കൾ ഏറി വരുമ്പോഴും നിന്നെ നടത്തുന്നത് എൻ കർത്താവിന്റെ നീതിയുടെ വലം കൈയാണ്. ആമേൻ പറഞ്ഞാട്ട്, ആമേൻ പറഞ്ഞാട്ട്, ആമേൻ പറഞ്ഞാട്ട് ദൈവജനമേ, ഹല്ലേലൂയ. നീതിയുടെ വലം കൈയാണ് നമ്മെ വഴി നടത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തോടെ ഏറ്റെടുക്കണം ദൈവജനമേ. എന്റെ ദൈവത്തിന് എന്നോട് നീതിയുണ്ട്, എന്റെ ദൈവത്തിന് എന്നോട് നീതിയുണ്ട്. ഹല്ലേലൂയ. ആയിരങ്ങൾ 10,000 എനിക്കെതിരെ അമ്പുകൾ എയ്തിട്ടാലും എന്നെ തൊടുവാൻ കഴിയുകയില്ല. എന്റെ ദൈവത്തിന് എന്നോട് നീതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്റെ ദൈവത്തിന് എന്നോട് നീതിയുണ്ട്. നമുക്കറിയാം പ്രിയരെ, യേശു കർത്താവ് ഗോൽഗോഥയുടെ മുകളിലേക്ക് കടന്നുപോയി. ശിഷ്യന്മാർ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഹല്ലേലൂയ മഹാപുരോഹിതന്റെ അകത്തളത്തിലേക്ക് യേശുവിനെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ പത്രോസ് ദൂരവേ യേശുവിനെ അനുഗമിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, പ്രതികൂലത്തിന്റെ കാഠിന്യം ഏറി വരുമ്പോൾ ആരും ഉണ്ടായിരിക്കത്തില്ല. നമ്മുടെ കയ്യിൽ 1000-ഓ 10,000-ഓ ഇങ്ങനെ നമുക്ക് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാനൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്നേഹിതരുണ്ടാവും. ഒരു നേരത്തെ നല്ല ആഹാരമൊക്കെ വെച്ച് വിളമ്പി അവർക്ക് കൊടുക്കാനായിട്ട് ഉണ്ടെങ്കിൽ ഫോൺ കോൾ ഉണ്ടാവും, നമ്മളെ അന്വേഷിക്കുന്നവരുണ്ടാവും. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് തോന്നിയാൽ, ഫൈനാൻഷ്യലി നമ്മൾ ഒരുപാട് ഞെരുക്കത്തിലാണ് തോന്നിയാൽ നമ്മളെ ആരും പിന്തുടരുകയില്ല. നമ്മൾ ഉണ്ടോ എന്ന് പോലും ആരും ചോദിക്കത്തില്ല. ഇന്നത്തെ ലോകം അങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ പ്രിയരെ, സ്നേഹിതൻ മാറിപ്പോയാലും ഒറ്റവർ നമ്മളെ കൈവിട്ടു പോയാലും ഹല്ലേലൂയ, എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, നമുക്ക് പ്രതികൂലത്തിന്റെ കാഠിന്യത ഏറി വരുമ്പോൾ അവർക്ക് നമ്മോട് അടുത്ത് വരുവാൻ കഴിയുകയില്ല. എന്റെ പ്രിയരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഗ്നിച്ചൂള 7 മടങ്ങായി വർദ്ധിപ്പിച്ചു. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനോട് കൂടെ പ്രൈസ് ദി ലോർഡ്. പ്രിയരേ, 4ാമൻ ഒരുവൻ ഇതാ പിന്നിൽ നടന്നു വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 4ാമൻ ഒരുവൻ ദൈവപുത്രന് സമനായവൻ. ഹല്ലേലൂയ. നമുക്കറിയാം പ്രിയരേ, ഹല്ലേലൂയ, അവന്റെ കൂടെ നടക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? എന്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കാൻ പോകുകയാണ്. നമ്മളോട് കൂടെ നടന്നു വരുന്ന, നമ്മെ സഹായിക്കുന്ന, നമ്മളെ ആശ്വസിപ്പിക്കുന്ന, നമ്മെ കരുതുന്ന, നമ്മെ മാറോട് ചേർത്തടയ്ക്കുന്ന, നമ്മെ നടത്തുന്ന ആ കർത്താവിന്റെ കൂടെ നടക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? ദൈവത്തിന്റെ വചനത്തിന് മുൻപിൽ നിങ്ങളെ ഒന്ന് സമർപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? അവൻ നിന്നെ നടത്തും, അവൻ നിന്നെ നടത്തും. സങ്കീർത്തനം 48:14 ഇങ്ങനെ പറയുന്നു, ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. യെശയ്യാ 46 പറയുന്നതാ,
നിന്റെ കുട്ടിക്കാലത്ത്, നിന്റെ യൗവനകാലത്ത് നിന്നെ കരം പിടിച്ച് നടത്താൻ പലരും ഉണ്ടായിരിക്കും കുഞ്ഞെ. നീ നടക്കാൻ തുടങ്ങുന്ന പരുവത്തിൽ നിന്നെ ആരും താഴെ വയ്ക്കത്തില്ല, നടക്കാൻ പോലും അനുവദിക്കത്തില്ല, നിന്റെ കൂടെ ആളുണ്ടാവും. എന്നാൽ പക്ഷേ നിന്റെ തലയിൽ നര വീഴുമ്പോൾ, നിന്റെ തൊക്കെല്ലാം ചെക്കി ചുളുങ്ങി പോകുമ്പോൾ, എന്റെ പ്രിയരെ നിന്റെ ഭംഗി നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, നിന്നെ കാണാനൊന്നും കൊള്ളാത്തൊരവസ്ഥ വരുമ്പോൾ, എന്റെ പ്രിയരെ നിന്റെ കൂടെ ആരും കാണത്തില്ല, നിന്നെ നടത്തുവാൻ ആരും കാണത്തില്ല. എന്നാൽ ഒരു നാളും നിന്നെ കൈവിടാതെ നിന്നെ സൂക്ഷിക്കുന്ന, നിന്റെ കൂടെ ഇരിക്കുന്ന, നിന്നെ നടത്തുന്ന, അനുദിനം കരം പിടിച്ച് നിന്നെ നടത്തുന്ന ഒരു കർത്താവുണ്ടെന്നേ. അവൻ തന്റെ ദയയാൽ, കരുണയാൽ, നീതിയുടെ വലക്കൈ കൊണ്ട് പിടിച്ച് നടത്തും പ്രിയനെ. നിനക്ക് നര വീണാലും എന്റെ ദൈവം നിന്നെ ചുമക്കും, നിന്നെ നടത്തും. കുഞ്ഞേ, നീ ആർക്കും ഒരു ഭാരമായിരിക്കുകയല്ല. കർത്താവ് നിന്നെ നടത്തും. ഹല്ലേലൂയ. ഈ മനുഷ്യ കൂടാരത്തിൽ നിന്ന് മർദ്യമായുള്ള ശരീരത്തിൽ നിന്ന് തേജസ്സിന്റെ ശരീരം പ്രാപിപ്പാൻ ഈ ഭൗമമണ്ഡലത്തിൽ നിന്ന് നീ നിത്യ കൂടാരത്തിലേക്ക് ഞാൻ നിന്നെ മാറ്റുമെന്ന വചനം പറയുന്നത്. പ്രിയരെ, നിങ്ങളുടെ മരണം വരെ ദൈവം നിങ്ങളെ നടത്തും. വിശ്വാസത്തോടെ കർത്താവിന്റെ സന്നിധി ഒന്ന് സമർപ്പിച്ചാട്ടെ, വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ, എന്റെ ദൈവം എന്നെ നടത്തും. നമുക്കറിയാം ദൈവങ്ങളെ, കൽദയരുടെ ഊരിൽ നിന്ന് അബ്രഹാം പുറപ്പെട്ടു. പക്ഷെ സത്യത്തിൽ നിയോഗം ലഭിച്ചത് തേരകിനാണ്. എന്നാൽ തേരകോ ഹാരാനിൽ വെച്ച് മരിച്ചു. എന്നാൽ ഈ സമയം ദൈവം അബ്രഹാമിനോട്, നീ മടങ്ങിപ്പോകേണ്ട, നീ മുമ്പോട്ട് പോ. നീ മടങ്ങിപ്പോകേണ്ട, നീ മുൻപോട്ട് പോ. ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നാണ് യഹോവയായ ദൈവം പറയുന്നത്. നീ മടങ്ങിപ്പോകണ്ട, നീ മുമ്പോട്ട് പോ. ഞാനല്ലേ നിന്നെ വിളിച്ചത്. ഇന്ന് പകൽക്കാലം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഞാനല്ലേ നിന്നെ വിളിച്ചത്. എന്നെ വിശ്വസിച്ചിറങ്ങി അബ്രഹാം, ഞാൻ നിന്നെ നടത്തും. അബ്രഹാമേ, ഞാൻ നിന്നെ നടത്തും. പ്രിയ ദൈവ പൈതലേ, എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ നടത്തുന്ന ദൈവമാണ്. പതറിപ്പോകരുത്. എല്ലാ നാളും കൂടെ കൊണ്ടെന്ന് വാഗ്ദത്തം ചെയ്തവൻ നമ്മെ നടത്തുവാൻ ശക്തനാണ്. ഒരു പാട്ടിന്റെ ഒരു ലൈൻ പാടി നമുക്ക് പ്രാർത്ഥനയ്ക്ക് നേരായി കടന്നു പോകാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വാഗ്ദത്തം ചെയ്തവൻ വാക്കു മാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. വാക്കു മാറുകില്ല, വാക്കു മാറുകില്ല. എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ മേൽ ഉയർന്നാലും, ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും, ഇല്ല, ഇല്ല, ഞാൻ പതറുകയില്ല. എന്റെ യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. വാഗ്ദത്തം ചെയ്തവൻ വാക്കു മാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. അവൻ വാക്കു മാറുകില്ല, അവൻ വാക്കു മാറുകില്ല. പ്രതികൂല കാറ്റിന്മേൽ അടിച്ചിടിലും എന്റെ ഉള്ളം കലങ്ങിടിലും, ഒരിക്കലും ഉയരില്ല എന്നു വിളിച്ച് ഏവരും മാറിയിടിലും, ഇല്ല, ഇല്ല, ഞാൻ കുലുങ്ങുകയില്ല. ഇല്ല, ഇല്ല, ഞാൻ വീഴുകയില്ല. എന്റെ യേശു കൂടെയുള്ളേ, എന്റെ യേശു. വാക്കു മാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല.
ഇല്ല ഇല്ല ഒരിക്കലുമില്ല, എൻ്റെ യേശു മാറുകില്ല, അവൻ വാക്കു മാറുകില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയരെ, എനിക്ക് തോന്നുന്നു നെറ്റിന്റെ ഇഷ്യൂ ഉണ്ട്, ഭാരപ്പെടേണ്ട, മെസ്സേജ് കഴിഞ്ഞല്ലോ. അതിൽ പ്രിയ ദൈവങ്ങളെ എല്ലാവരും ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവ്, നല്ല ദൈവമേ, കർത്താവ്, പ്രത്യേക ഇന്നും കർത്താവെ വചനത്തിന് മുൻപിലായി കർത്താവ് സഹായിച്ചു. ഓൺലൈനിൽ വന്നിരുന്ന എല്ലാവരും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് എല്ലാവരെയും അപ്പച്ചൻ അനുഗ്രഹിച്ചാട്ടെ. അവിടെ പേജിനെ അപ്പച്ചൻ അനുഗ്രഹിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ ഒരു ദൈവകൃപ പേജ് അനുഗ്രഹിക്കപ്പെടട്ടെ. പുതിയ പുതിയ ആത്മാക്കൾ കടന്നു വരുവാൻ കർത്താവ് കൃപയാൽ അപ്പച്ചൻ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുണയ്ക്കായി, കൃപയ്ക്കായി സ്തോത്രം, അത്ഭുതത്തിനായി സ്തോത്രം, അനുഗ്രഹിച്ചു മാനിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ, കൃപകളിൽ പൊതിഞ്ഞാട്ടെ. അങ്ങയുടെ വരവോളം വിശ്വസ്തനായി ദൈവസ്ഥാനത്തിൽ കാണപ്പെടുകൊണ്ട് കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപകളിൽ അപ്പച്ചൻ പൊതിഞ്ഞാട്ടെ, രക്തത്താൽ കഴുകി മുദ്രയിട്ടാട്ടെ. സകല നന്മകളെ കൊണ്ട് കർത്താവ് നിറയ്ക്കണം. സകലതും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം, സ്തോത്രം. പ്രിയ ദൈവമക്കളെ, എന്ന ഈ മെസ്സേജിന്റെ ആരംഭം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് റോസ് ഫാമിലിയുടെ എൻ്റെ അഡ്മിന്മാരെല്ലാവരെയും ഓർത്തും പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നതിനോടൊപ്പം എൻ്റെ സഹോദരങ്ങൾ എൻ്റെ വാട്സപ്പ് കൂട്ടായ്മയിലും എൻ്റെ പേജിലൊക്കെ ഉണ്ടായിരുന്ന സഹോദരങ്ങളുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇനിയും വരും ദിവസങ്ങളിൽ സമയം പോലെ ഒക്കെ ഷോർട്ട് മെസ്സേജുമായിട്ട് ഞാൻ ലൈവിൽ വരുന്നതായിരിക്കും എന്നത് അറിയിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നൊന്ന് ടെസ്റ്റ് ചെയ്യാൻ കൂടെ ആയിരുന്നു, കാരണം ഇവിടെ നെറ്റ് ഇഷ്യൂ ഉണ്ടാവുമോ എന്നൊക്കെ ഞാൻ കരുതിയൊക്കെയാണ് വന്നത്. ഏതായാലും വലിയ കുഴപ്പമുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല, പക്ഷെ ഉണ്ടായിരുന്ന ഇടയ്ക്കൊക്കെ അല്പമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും സാരമില്ല. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ കേൾവിക്കാരായിട്ടുള്ളവർക്ക് വേണ്ടി പ്രത്യേകം പറയുന്നത്, ഞങ്ങൾക്കൊരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്, അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയുണ്ട്. ഇവിടെ ആലി സിസ്റ്റർ, ഞാൻ എപ്പോഴും ആലി സിസ്റ്ററിന്റെ മെസ്സേജ് കാണാറുണ്ട്. ഞാനൊന്ന് മെസ്സേജ് ആലിസ് ജോർജ് സിസ്റ്ററിന്റെ മെസ്സേജ് ഞാൻ പലപ്പോഴും കാണാറുണ്ട്. സിസ്റ്ററെ, ഞങ്ങൾക്കൊരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. ഇവിടെ പ്രാർത്ഥിക്കുന്നവരാണ്. എനി ടൈം 24 മണിക്കൂറും പ്രാർത്ഥനാ വിഷയം വരുന്ന അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയാണ്. ഞങ്ങളുടെ പ്രാർത്ഥന, അതായത് ഞങ്ങളുടെ ഗ്രൂപ്പുമായിട്ട് സഹകരിച്ച് വരാൻ താല്പര്യമെങ്കിൽ ഞാൻ ഈ മെസ്സേജിന് ശേഷം എൻ്റെ നമ്പർ, ഞങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മയുടെ നമ്പർ, എൻ്റെ ലിങ്ക് ഞങ്ങൾ ഇവിടെ ഇടുന്നതായിരിക്കും. അപ്പോൾ സിസ്റ്റർ ആ ലിങ്കിൽ കൂടെ കയറിയാൽ ഞങ്ങളുടെ കൂട്ടായ്മയോട് ബന്ധപ്പെട്ട് പോകാനായിട്ട് സാധിക്കും. കാരണം ഞങ്ങളുടെ എല്ലാ ലൈവിലും സിസ്റ്ററിനെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ. ഏത് വിഷയമായിരുന്നാലും ആ വിഷയത്തിന് മറുപടി ഉണ്ടാവും. ദൈവത്തിന് അസാധ്യമായ കാര്യങ്ങൾ ഇല്ല. അപ്പോൾ അത് മാത്രമല്ല, ഞങ്ങൾക്ക് വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ പ്രവർത്തിക്കുന്നു. അതിൽ നിങ്ങൾക്ക് ഷോർട്ട് മെസ്സേജസ്, അനുഗ്രഹിക്കപ്പെട്ട ഷോർട്ട് മെസ്സേജസ് നിങ്ങൾക്ക് ലഭ്യമാണ്. ദൈവജനം മെസ്സേജുകൾ കേൾക്കുവാനായിട്ട് നിങ്ങൾ കയറുക. റോസ്ലിൻ സുരേഷ് എന്ന് നിങ്ങൾ യൂട്യൂബിൽ ചെന്നിട്ട് അടിച്ചാൽ മതി, അല്ലെങ്കിൽ റോസ്ലിൻ സുരേഷ് ഒഫീഷ്യൽ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ലിങ്കിൽ നിങ്ങൾക്ക് കയറുവാനായിട്ട് സാധിക്കും. മെസ്സേജുകൾ കേൾക്കാവുന്നതാണ്. തമിഴിലും മലയാളത്തിലും മെസ്സേജുകളുണ്ട് എന്നതറിയിക്കുന്നു. പ്രിയ ദൈവമക്കളെ, അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID റോസ് ഫാമിലി എന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾ അടിച്ചു നോക്കുക, റോസ് സൊല്യൂഷൻ അടിച്ചു നോക്കുക. സോ അതിലേമേ ദൈവത്തിന്റെ വചനം നമ്മൾ കൃത്യമായും ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്കറിയാം പേജിന്റെ റീൽസ്, അതുപോലെ തന്നെ ഫേസ്ബുക്കിന്റെ റീൽസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരുന്നു. അവിടെ എല്ലാ ദിവസവും ചെറിയ ഷോർട്ട് മെസ്സേജുകൾ, ആശ്വാസപ്രദമായ വചനങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളെല്ലാവരും അതിൽ നിങ്ങൾ കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോഴല്ലേ നിങ്ങൾക്കിതിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ പ്രാർത്ഥനയിലും ഞങ്ങൾ ഓർക്കുന്നു, നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കർത്താവിന്റെ വരവ് താമസിച്ചാൽ അടുത്ത ലൈവിൽ നിങ്ങളെ ഞാൻ സന്ധിക്കുന്നതായിരിക്കും. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.